ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ നമ്മുടെ ഒരു വീഡിയോ കാണാവേ. രാവിലെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഇന്ന് മുട്ടക്കറിയും അപ്പവും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഉള്ളിയും സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നതെല്ലാം കൂടെ അതിനകത്തിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇനി നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മസാല എന്നിവ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്ത് വെച്ചേക്കുന്നതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളവും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കുക്കർ അടച്ചു വയ്ക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട മുട്ട എടുക്കാവേ പുഴുങ്ങാൻ. അപ്പം അതും ഒരു ചെറിയ കുക്കറിനകത്തോട്ടാണ് എടുത്തേക്കുന്നത്. ഒരു താറാമുട്ടയും 2-3 കാടമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടിനും കൂടെ ഒരു അടപ്പിലാണ് അടയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ മുട്ട പുഴുങ്ങാനുള്ള കുക്കറിനകത്തും ഈ അടപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടൊരു 2 വിസിൽ വെക്കുമ്പോൾ നമ്മുടെ മുട്ട റെഡിയായി കിട്ടും. മുട്ടക്കറിക്കകത്ത് ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉണ്ടേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ മോന് കൊണ്ടുപോകാനുള്ള വെള്ളം കുപ്പിക്കകത്തോട്ട് എടുക്കുന്നുണ്ട്. ഇനി കഴിക്കാനും കൊണ്ടുപോകാനായിട്ട് ഇവിടെ അപ്പമാണ് ചുടുന്നത്. അങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവ ഉറക്കം എണീറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മുട്ടക്കറിയിൽ ഇനിയൊരു പണിയുണ്ടെന്ന്. അപ്പം നമ്മൾ ഈ വെന്ത ഉള്ളിയാണെങ്കിൽ കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിനകത്തോട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ നമ്മളുടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടുമേ. എന്നിട്ട് കുറച്ച് കുറവുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്ത് അങ്ങനെ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ പൊളിച്ച് വെച്ചേക്കുന്ന മുട്ടയും കൂടെ അതിനകത്ത് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മളെ കറി റെഡിയാണ്. അപ്പം അവന് കൊണ്ടുപോകാനുള്ള പാത്രത്തിനകത്ത് അപ്പവും കറിയും എടുക്കുന്നുണ്ടേ. മുട്ട കൊടുത്തു വിടുന്നില്ല സ്കൂളിൽ. മുട്ട കൊടുത്തു വിട്ടുമ്പം അവന് വയറിന് പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ഇതിപ്പം 2-3 വർഷം കൊണ്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് സ്കൂളിൽ കൊടുത്തു വിടാം. അങ്ങനെ അവന് കഴിക്കാനുള്ള അപ്പവും മുട്ടക്കറിയും കൂടെ എടുക്കുന്നുണ്ട്, വീട്ടിൽ കഴിക്കാൻ. അങ്ങനെ അവന് അപ്പവും മുട്ടക്കറിയും കൊടുത്ത് അങ്ങനെ അവ അതവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം മീൻ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ രാവിലെ കൊണ്ടുവരുന്ന മീൻ വണ്ടിക്കകത്ത് മീൻ കാണും, മുട്ട കാണും, അങ്ങനെ പലതരം സാധനങ്ങളുണ്ട്. പക്ഷേ ഇന്ന് കാക്കടെ മീനില്ലായിരുന്നു കേട്ടോ. അതിന് പകരമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടായിരുന്നു, പച്ചമുളക് ഉണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാക്കടയിൽ സ്നാക്സ് കാണും കേട്ടോ. അപ്പോൾ ഈ കാക്കടയിൽ നിന്ന് ഞാൻ രാവിലെ മോന് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഇന്ന് മേടിച്ചത്. ഞാൻ ഇട്ട് കൊടുത്തത് പൊടിഞ്ഞു പോയെന്നും പറഞ്ഞ് അവൻ സ്വന്തമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ നിന്ന് പിന്നെ അത് മേടിച്ചു കേട്ടോ. അങ്ങനെ ആ സ്നാക്സ് ബോക്സൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ കിട്ടിയ ബോക്സ് ഉണ്ടല്ലേ, അതും കൊണ്ട് കുറച്ച് നേരം പിന്നെ കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ എനിക്കും 5 വരെ പോകണമായിരുന്നു. അങ്ങനെ ഞാനും ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എടാ ഞാൻ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, ഞാൻ ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നതെന്ന്. അങ്ങനെ ഞാനവിടെ റെഡിയാക്കി വെച്ചിരുന്ന എൻ്റെ ബാഗൊക്കെ എടുത്ത് വെച്ച് പിന്നെ കളിയായി. അപ്പം ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനൊക്കത്തില്ല, അവന് ബസ്സിൽ തന്നെ പോകണം. അങ്ങനെ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് റോട്ടിൽ ഇറങ്ങി നിൽക്കുക കേട്ടോ. ഒരു ഉമ്മയൊക്കെ തന്ന്. അപ്പോൾ അവൻ്റെ ബസ് വരുന്നത് കേട്ടോ. അവൻ ടൂറിസ്റ്റ് ബസ്സാണെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ അവൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞ് പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ബസ്സിനകത്ത്. അങ്ങനെ അവനെ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഞാൻ അഞ്ചലോട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്കൊരു ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് കൂടെ തൊണ്ടവേദന ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവനും പോയതിന് ശേഷം ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ലാബിൽ വന്നു. ലാബിൽ ചെന്നപ്പം ലാബ് അവിടുന്ന് മാറ്റി. അങ്ങനെ ആ വഴി നടന്ന് ഞാൻ താഴെ എത്തി, ലാബ് കണ്ടുപിടിച്ചു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ഞാൻ അതിൻ്റെ റിസൾട്ട് പിന്നീടേ കിട്ടത്തുള്ളൂ. മീൻ മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ചന്തയിൽ വന്നിട്ടുണ്ട്. ചന്തയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അഞ്ചച്ചന്ത. അങ്ങനെ ചന്തയിൽ വന്ന് മീൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. പോയാൽ ഇറച്ചി മേടിക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ഇറച്ചി വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ നേരെ മീൻ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പം മത്തിയും ചൂരയും മാത്രമേ ഉള്ളൂ. രണ്ടിനും സെയിം വിലയാണ് അവർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് 1/2 കിലോ ചൂര മേടിച്ചിട്ടുണ്ടേ. ഫൈനലി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്